ഹായ് ഓൾ. വിട്ടുമാറാത്ത നടുവേദന വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതാണ്? നട്ടെല്ലിൻ്റെയും ഡിസ്കുകളെ പറ്റി മാത്രമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു പേശിയുണ്ട്. അതാണ് സ്വാസ് മസിൽ. നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിൽ. ഈ മസിലിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനും അതുകൂടാതെ ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ ഇതെങ്ങനെയാണ് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള പഠനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി പിക്ചറിൽ കാണുന്ന പോലെ ഇരിക്കുക. ഒരു കാല് മുന്നിലേക്ക് വെച്ച് പാദം തറയിൽ ഉറപ്പിക്കുക. ഒരു ലഞ്ച് പൊസിഷനാണിത്. അതിനുശേഷം നടുഭാഗം വളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനായി നമ്മുടെ അരക്കെട്ട് അല്പം മുന്നോട്ട് തള്ളുക. ഏത് കാലാണോ പിന്നിലുള്ളത് ആ ഭാഗത്തെ ഗ്ലൂട്ടിയസ് മസിലിനെ നല്ല സ്ക്യൂസ് ചെയ്ത് മുറുക്കെ പിടിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നട്ടെല്ല് നിവർത്തി പിടിച്ച് ശരീരം സാവധാനം മുന്നിലേക്ക് ചലിപ്പിക്കുക. പിന്നിലുള്ള കാലിൻ്റെ തുടയുടെ മുൻഭാഗത്തും ഇടുപ്പിൻ്റെ ഭാഗത്തും നല്ലൊരു ഒരു സ്ട്രെച്ച് നമുക്ക് അനുഭവപ്പെടും. അതൊരു 20 to 30 സെക്കൻഡ്സ് ആ നിലയിൽ പിടിക്കുക. അതിനുശേഷം മറുഭാഗത്തും ചെയ്യുക. അടുത്ത സ്ട്രെച്ച് പാസീവ് ലെഗ് ഡാങ്കിളാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു കട്ടിലിൻ്റെയോ ബെഞ്ചിൻ്റെയോ അരികിൽ മലർന്ന് കിടക്കുക. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സർസൈസാണിത്. ഒരു കാല് മടക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുക. മറ്റേ കാൽ കട്ടിലിൻ്റെ വശത്തോടുകൂടി താഴേക്ക് തൂക്കിയിടുക. അപ്പോൾ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം കാരണം ആ പേശി സ്വയം അയയുന്നത് നമുക്ക് അനുഭവപ്പെടും. ഈ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കുമുള്ള പ്രിക്കോഷൻസ് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നടു വളയ്ക്കരുത്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നടുഭാഗം അമിതമായി ഉള്ളിലേക്ക് വളയുന്നത് ഒഴിവാക്കുക. നടുവേദന വർദ്ധിപ്പിക്കും. പിന്നെ ഗ്ലൂട്ടിയൽ മസിലിനെ നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗത്തെ ഗ്ലൂട്ടിയൽ മസിൽ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്നത് പേശിയെ ശരിയായി അയയാൻ സഹായിക്കും. സാവധാനം ചെയ്യുക. പിന്നെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വലിച്ചിൽ അനുഭവപ്പെടും. അതിനേക്കാൾ വേദന എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പേശികളെ വലിച്ചു നീട്ടരുത്. ഇനി നമുക്കിതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പഠനമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതായത് ഈ പഠനം നടുവേദനയും നട്ടെല്ലിന് ചുറ്റുമുള്ള പേശികളുടെ അവസ്ഥയും തമ്മിലുള്ള ബന്ധമാണ് പരിശോധിച്ചത്. MRI സ്കാനുകൾ ഉപയോഗിച്ച് നടുവേദനയുള്ള 94 രോഗികളിൽ നടത്തിയ ഈ പഠനത്തിൽ സ്വാസ് പേശിയുടെ വലിപ്പം, അതായത് നെറ്റ് ഏരിയ എന്ന് പറയുന്നത് വേദനയുടെ തീവ്രതയും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. പേശികളുടെ ആരോഗ്യം കൂടുന്തോറും വേദന കുറയുന്നതായും മറിച്ചുള്ള സാഹചര്യങ്ങൾ വേദന കൂടുന്നതായും പഠനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് ക്രോണിക് പെയിൻ ഉള്ളപ്പോൾ ഒരു ഡോക്ടറെയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം, എക്സർസൈസ് പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്തു തരും. അതനുസരിച്ച് ചെയ്യുക.